ഹായ് ഓൾ. വെൽക്കം ടു ദ AWS ട്യൂട്ടോറിയൽ. അപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ AWS CLI ഇൻസ്റ്റാൾ ചെയ്യുന്നതും AWS CLIയുടെ ഗുണങ്ങളും അത് വെച്ചിട്ട് ഓട്ടോമേഷൻ ചെയ്യുന്നതോട് കൂടി നമുക്ക് AWSൻ്റെ അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ AWS CLI വച്ചിട്ടുള്ള ഒരു ഓട്ടോമേഷൻ സാമ്പിളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സാമ്പിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞിരിക്കുന്ന CLI വച്ചിട്ട് നമുക്ക് AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെ എത്രത്തോളം നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം ആ സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. AWS CLIക്കകത്ത് നമുക്ക് ഏത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും AWS ഓരോരോ കമാൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പം ഏതൊക്കെ കമാൻഡ്സ് AWS CLIക്കകത്ത് തരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങളാണ്. എല്ലാ കമൻറ്റ്സും ഈ പറഞ്ഞിരിക്കുന്ന ഈ AWSൻ്റെ പേജിൻ്റെ അകത്ത്, AWS ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് AWS ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ കമാൻഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പം ആ കമാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പേജിലോട്ട് വരാം. എന്നിട്ട് അത് ഏതാണ് കമാൻഡ് എന്നുള്ളത് നോക്കാം. അപ്പം നമ്മളിപ്പോൾ സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നത് നമ്മൾ MFA ഡിവൈസ് കോൺഫിഗർ ചെയ്യുന്നത് പഠിച്ചിരുന്നു അല്ലേ. MFA ഡിവൈസ് കോൺഫിഗർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് ആയിട്ട് AWS പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്ക് കുറേ യൂസേഴ്സ് ഉണ്ട്. ആ യൂസേഴ്സിന് എല്ലാവർക്കും MFA ഡിവൈസ് കോൺഫിഗേർഡ് ആണോ അല്ലയോ എന്നുള്ള ഒരു ചെക്കിങ് ചെയ്യുന്ന ഒരു സാമ്പിളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന MFA ഡിവൈസസ് ഏതെങ്കിലും ആൾ കോൺഫിഗർ ചെയ്യാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ഡിലീറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എല്ലാ പറഞ്ഞിരിക്കുന്ന IAM യൂസേഴ്സിനും പോയി നോക്കുക എന്ന് പറയുന്നതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അത് റെക്ടിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ ഒരു ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് എഴുതിയിടുക എന്നുള്ളതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടു. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ആ സ്ക്രിപ്റ്റ് ഓടിക്കുമ്പോൾ തന്നെ ഔട്ട്പുട്ട് വരും. ഇന്ന യൂസേഴ്സിനെല്ലാം ഏതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതിപ്പോൾ നമ്മൾക്കൊരു AWS അക്കൗണ്ടിൻ്റെ അകത്ത് 100 യൂസേഴ്സ് ഉണ്ടെങ്കിൽ 100 യൂസേഴ്സും പോയി നോക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലേ. അപ്പം അതിന് നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇതേപോലൊരു സ്ക്രിപ്റ്റ് ചെയ്താണ്. അപ്പം ആ ഒരു പറഞ്ഞിരിക്കുന്ന യൂസ് കേസാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നത്. എല്ലാ യൂസേഴ്സിനും MFA ഡിവൈസസ് കോൺഫിഗേർഡ് ആണോ അല്ലയോ എന്നുള്ള ഒരു ചെക്കിങ് അല്ലേ. അപ്പം അതിന് ചെയ്യേണ്ടത് MFA എന്ന് പറയുന്നത് IAM റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പേജിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ AWS ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സർവീസസിൻ്റെ പേരിലാണ്. അപ്പം നമുക്ക് വേണ്ടത് IAMൻ്റെ അകത്തിരിക്കുന്ന സർവീസസിൻ്റെ അകത്തിരിക്കുന്ന MFA എന്ന് പറയുന്ന കാര്യമാണ് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് IAM എന്ന് പറയുന്ന സർവീസ് എവിടെയാണ് എന്ന് പോയി നോക്കാം. ഈ IAM എന്ന് പറയുന്ന സർവീസ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് IAMൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടിരിക്കുന്ന എല്ലാ കമാൻഡ്സും നമുക്കിതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് MFAയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡാണ് വേണ്ടത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ MFA ഒന്ന് തപ്പി നോക്കാം അല്ലേ, ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ കാണാൻ പറ്റും ലിസ്റ്റ് MFA ഡിവൈസസ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് MFA ഡിവൈസസ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഏതൊക്കെ യൂസേഴ്സിന് അസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ ഇതിൻ്റെ അകത്തുണ്ട്. പോസിബിൾ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്കതിൽ നോക്കി നോക്കാം. ഒരു കാര്യം ഇരിക്കുന്നത് ഇത് ലിസ്റ്റ് ദ MFA ഡിവൈസസ് ഫോർ ആൻ IAM യൂസറാണ്. അതായത് ഒരു പർട്ടിക്കുലർ യൂസർക്ക് MFA ഡിവൈസ് കോൺഫിഗേർഡ് ആണോ എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ കിട്ടുള്ളൂ. എല്ലാ യൂസേഴ്സിനും MFA ഡിവൈസസ് കോൺഫിഗേർഡ് ആണോ എന്നുള്ള ഒരൊറ്റൊരു സിംഗിൾ കമാൻഡ് നമുക്കില്ല. ഓക്കെ, അപ്പം നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നോക്കാം. അപ്പോൾ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കമാൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. AWS എന്ന് പറയുന്ന കമാൻഡ് ഏതൊരു കമാൻഡിൻ്റെയും ഫസ്റ്റ് എന്ന് പറയുന്ന CLI കമാൻഡിൻ്റെയും ഫസ്റ്റ് എന്ന് പറയുന്നത് AWS എന്ന് പറയുന്ന കമാൻഡാണ് അല്ലേ. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് IAM ഏത് സർവീസിലാണോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കമാൻഡ് ഇരിക്കുന്നത് ആ സർവീസിൻ്റെ പേര്. നമ്മളിപ്പം MFA ഡിവൈസസ് എന്ന് പറയുന്നത് IAMൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് നമ്മൾ IAM എന്ന് പറയുന്ന സർവീസിൻ്റെ കമാൻഡ് അടിച്ചു, IAM എന്നടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത്
ലിസ്റ്റ് MFA ഡിവൈസസ് എന്ന് പറയുന്ന ആ കമാൻഡാണ്. അത് അടിച്ചു കൊടുക്കുന്നു. ലിസ്റ്റ് MFA ഡിവൈസസ് എന്ന് പറയുന്ന ആ കമാൻഡ് അടിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അതെന്ന് പറയുന്നത് യൂസർ -നെയിം, അതായത് യൂസർ -നെയിം. അത് കഴിഞ്ഞിട്ട് ഏത് യൂസറിൻ്റെ MFA ഡിവൈസ് ഇൻഫർമേഷൻ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതും കൂടി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ കമാൻഡ് AWS IAM എന്ന് പറയുന്ന കമാൻഡ് ഏത് കമാൻഡാണോ നമുക്ക് ഇതാക്കേണ്ടത് അതിന് ഒരു ഓപ്ഷൻ നമുക്ക് വേണമായിരുന്നു. MFA ഡിവൈസസ് എല്ലാ അതിനും നമുക്ക് കിട്ടത്തില്ല. ഒരു പർട്ടിക്കുലർ യൂസറിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസറിന് MFA ഡിവൈസസ് കോൺഫിഗേർഡ് ആണോ എന്നുള്ളതാണ് ഇവൻ റിട്ടേൺ ചെയ്തത്. അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? യൂസർ നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റെനീഷ് IAM ആണ്. അപ്പം ഈ കമാൻഡ് ഓടിക്കുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ ആയി കിട്ടുക റെനീഷ് IAM എന്ന് പറയുന്ന യൂസർ, ആ യൂസർക്ക് കോൺഫിഗേർഡ് ആയിരിക്കുന്ന MFA ഡിവൈസസ് ആണ്. എൻ്റർ അടിക്കാം. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഓൾറെഡി ആക്സസ് കീ കോൺഫിഗേർഡ് ആയതുകൊണ്ട് നമ്മളുടെ AWS അക്കൗണ്ടിൻ്റെ അകത്ത് ഓതൻറ്റിക്കേഷൻ ചെയ്യും. നമുക്ക് റെനീഷ് IAMൻ്റെ അകത്ത് ലിസ്റ്റ് MFA ഡിവൈസസ് എന്ന് പറയുന്ന ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസി പെർമിഷൻ എനേബിൾഡ് ആയതുകൊണ്ട് ഓതറൈസ്ഡ് ആവും. ഓതൻറ്റിക്കേഷനും ഓതറൈസ്ഡും സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചോദിച്ച ഇൻഫർമേഷൻ AWS തിരിച്ചു തരും. ഇവിടെ നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് MFA ഡിവൈസസ് എന്ന് പറയുന്നത് ഇത് JSON ആണ്. ഇവൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് JSON ആയിരിക്കും. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ JSON എന്ന് പറയുന്ന ഫോർമാറ്റ് എങ്ങനെയാണ്, അതിൻ്റെ അകത്തിരിക്കുന്ന കണ്ടൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. JSON എന്ന് പറയുന്നത് CLIക്ക് പ്രത്യേകിച്ച് എല്ലാ സ്ഥലത്തും JSON എന്ന് പറയുന്ന ഔട്ട്പുട്ട് വരും. മോസ്റ്റ്ലി JSON ആയിട്ടാണ് ഇതിൻ്റെ റെസ്പോൺസ് എല്ലാം വരുന്നത്. അതേ കൂടാതെ നമ്മളെ പോളിസി എന്ന് പറയുന്ന കാര്യം JSON ആയിരിക്കും. അപ്പോൾ JSON എന്ന് പറയുന്ന ഫോർമാറ്റുമായിട്ട് നിങ്ങളൊന്ന് ഫെമിലിയർ ആണ്. ഇൻ കേസ് അത് ഫെമിലിയർ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ക്വിക്കായിട്ടിരിക്കുന്ന ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടും. JSON എന്ന് പറയുന്നത് ഫോർമാറ്റ് പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് തന്നിരിക്കുന്നത് JSON എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് റെസ്പോൺസ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് MFA ഡിവൈസസ് എന്ന് പറയുന്ന കീ, അതിൻ്റെ അകത്ത് ഒരു അറേ ഉണ്ട്. ആ അറേക്കകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന യൂസർക്ക് ഒരു MFA ഡിവൈസ് കോൺഫിഗേർഡ് ആണ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷനാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു യൂസർ മിനി IAM എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു യൂസർ കൂടി ഉണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഞാൻ റെനീഷ് IAMന് പകരം മിനി IAM എന്ന് പറയുന്ന യൂസറിൻ്റെ MFA ഡിവൈസസ് തിരിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നു. എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിക്കുന്ന സമയത്ത് അവൻ പോയിട്ട് നോക്കുന്ന സമയത്ത് MFA ഡിവൈസസ് എന്ന് പറയുന്ന അറേ empty ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മിനി IAM എന്ന് പറയുന്ന യൂസർക്ക് ഇതുവരെയായിട്ടും നമ്മൾ ഒരു MFA ഡിവൈസ് കോൺഫിഗേർഡ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതായത് മിനി IAM എന്ന് പറയുന്ന യൂസർ നമ്മളുടെ ബെസ്റ്റ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതാണ് നമുക്ക് MFA ഡിവൈസസ് കിട്ടാനുള്ള ഒരു CLI കമാൻഡ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കൊരു പ്രോബ്ലം ഉള്ളത്, നമുക്ക് ഒരു യൂസറിൻ്റെ MFA ഡിവൈസസ് നമുക്ക് നോക്കിയാൽ പോരാ. നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാ യൂസേഴ്സിനും MFA ഡിവൈസസ് കോൺഫിഗേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിപ്പോൾ ഓരോരോ യൂസറിൻ്റെയും കമാൻഡ് ഇങ്ങനെ അടിച്ചടിച്ച് പോവുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ IAM യൂസേഴ്സിൻ്റെയും ഒരു ലിസ്റ്റ് എടുക്കാം. എന്നിട്ട് ആ ലിസ്റ്റിലൂടെ ഐട്രേറ്റ് ചെയ്തിട്ട് ഓരോരോ യൂസറിൻ്റെയും MFA ഡിവൈസസ് ഗെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് എല്ലാ യൂസേഴ്സിനും കോൺഫിഗേർഡ് ആണോ എന്ന് നോക്കിപ്പോവാം. അതാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിൻഡോസിൻ്റെ കേസിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിംഗ്, അപ്പോൾ ഒരു സ്ക്രിപ്റ്റിംഗ് എഴുതാനുള്ള ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ വിൻഡോസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് PowerShell എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ടൂളാണ്. വിൻഡോസിൻ്റെ കൂടെ ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ഒരു PowerShell ടൂളാണ്. അത് എല്ലാ ലിനക്സിലായാലും മാക് OSലൊക്കെ ആയാലും ഉണ്ടാവും. പക്ഷേ മാക്കിലും ലിനക്സിലൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബാഷ് സ്ക്രിപ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക. വിൻഡോസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ നോർമലി എഴുതുന്നത് PowerShell എന്ന് പറയുന്ന ടൂള് വെച്ചിട്ടാണ് ഓട്ടോമേഷൻ ചെയ്യുന്നത്. ഓക്കെ, സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി നമുക്കൊരു ടൂള് വേണം. ആ ടൂളാണ് PowerShell എന്ന് പറയുന്നത്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ട്യൂട്ടോറിയലിൽ തന്നെ നെക്സ്റ്റ് വീഡിയോസിലൊന്ന് PowerShellൻ്റെ സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെടുക്കാം. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അതിൻ്റെ അകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ്. PowerShell സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് വിൻഡോസിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് പഠിച്ചെടുക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം നമുക്ക് എങ്ങനെ CLI വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ യൂസ്ഫുൾ ആവുന്നു എന്നുള്ള കാര്യം മാത്രമാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കൂടി സ്ക്രിപ്റ്റിംഗ് എഴുതേണ്ട സമയത്ത് നമുക്ക് PowerShell കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പം PowerShellൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് PowerShellൻ്റെ
അതിനകത്ത് കമാൻഡ്സ് എഴുതാൻ വേണ്ടിയിട്ട് AWS തന്നെ കുറച്ച് ടൂൾസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതാണ് AWS ടൂൾസ് ഫോർ പവർ ഷെല്ല് എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ഷെല്ലിൻ്റെ അകത്ത് നമ്മൾ കോഡാണ്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു കോഡാണ് അല്ലേ. അപ്പം ആ കോഡിങ് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പവർ ഷെല്ല് തന്നെ കുറച്ച് കമാൻഡ്ലെറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമാൻഡ്ലെറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു കമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ഷെല്ലിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെയാണ് പവർ ഷെൽസ് കമാൻഡ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കമാൻഡ്ലെറ്റ്സിൻ്റെ ഒരു കൂട്ടത്തെയാണ് പവർ ഷെൽ മൊഡ്യൂൾ എന്നൊക്കെ പറയുന്നത്. അപ്പം AWS ടൂൾസിന് AWSൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് AWS കുറച്ച് മൊഡ്യൂൾസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾസ് നമ്മളുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ബൈ ഡിഫോൾട്ട് പവർ ഷെൽ എന്ന് പറയുന്ന കാര്യം ഇൻസ്റ്റാൾഡ് ആയിരിക്കും. പക്ഷേ ഈ AWS ടൂൾസ് എന്ന് പറയുന്ന ആ മൊഡ്യൂൾ ഇൻസ്റ്റാൾഡ് ആയിരിക്കില്ല. ഓക്കെ. അപ്പോൾ ഇത് AWSൻ്റെ വെബ്സൈറ്റ് ആണ് ഇത്. AWSൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആണിത്. അതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നോർമലി വിൻഡോസിൻ്റെ അകത്ത് മാത്രമേ നമ്മൾ പവർ ഷെൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. മാക്കിലും ലിനക്സിലൊക്കെ അവൈലബിൾ ആണെങ്കിലും അതിൽ വേറെയാണ് ഉപയോഗിക്കാറ്. വിൻഡോസിൻ്റെ ESലാണെങ്കിൽ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം എന്നുള്ള കാര്യം ഒന്ന് നോക്കി നോക്കാം. ഓക്കെ. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പവർ ഷെൽ വിൻഡോ എടുക്കുന്നു. നമ്മളെ വിൻഡോസിൻ്റെ സ്റ്റാർട്ട് മെനുവിൻ്റെ അകത്ത് പോയിട്ട് പവർ ഷെൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഷെൽ എന്ന് പറയുന്ന സാധനം വരും. ബൈ ഡിഫോൾട്ടായിട്ട് വരുന്ന സാധനമാണ്. അത് അഡ്മിൻ പ്രിവിലേജോട് കൂടി സ്റ്റാർട്ട് ചെയ്യണേ. അഡ്മിൻ പ്രിവിലേജോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം അപ്പം നമ്മൾ പവർ ഷെല്ലിൻ്റെ അകത്ത് നമ്മൾ AWSന് ആവശ്യമുള്ള മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ആ മൊഡ്യൂൾസ് വെച്ചിട്ടാണ് നമ്മൾ AWSൻ്റെ അകത്തേക്ക് ഇരിക്കുന്ന സ്ക്രിപ്റ്റിംഗ് എഴുതാൻ പോകുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ പോയിന്റ്. അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം AWSൻ്റെ ഒരു ഇൻസ്റ്റാൾ ചെയ്യണം. AWS ടൂൾസ് ഇൻസ്റ്റാളർ എന്ന് പറയുന്നത് ഇത് AWSൻ്റെ മൊഡ്യൂൾസ് ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പം നമ്മൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ട കമാൻഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ മൊഡ്യൂളല്ല ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റാളർ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഈ കമാൻഡ്സ് ഓരോന്നും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഇടാം. എനിവേ നിങ്ങൾ ഇൻസ്റ്റാൾ മൊഡ്യൂൾ നെയിം ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിക്കുന്ന സമയത്ത് അൺട്രസ്റ്റഡ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യമെല്ലാം വരും. പക്ഷേ അത് കുഴപ്പമില്ല. നിങ്ങളത് യെസ് കൊടുത്താലും ഓക്കെയാണ്. ഇത് AWS തന്നെ ഒഫീഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജാണ്. അത് ഓക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. AWSൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ തന്നെ ഇത് ഓക്കെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നോർമലി ആസ് ഒരു സെക്യൂരിറ്റി ഹൈജീൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു വാർണിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണേ. ഈ പറഞ്ഞിരിക്കുന്നത് ഒതൻറ്റിക്കേറ്റഡ് ആയിരിക്കുന്ന സോഴ്സിൻ്റെ അകത്തുനിന്ന് വരുന്ന മൊഡ്യൂളാണോ എന്നുള്ളത്. AWS ഇൻസ്റ്റാളറിൻ്റെ കേസിൽ അത് ഒതൻറ്റിക്കേറ്റഡ് ആണ്. AWS തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റാളറാണ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ യെസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് AWS ഇൻസ്റ്റാളർ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മൊഡ്യൂൾസ് ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിൻ്റെ അകത്തിരിക്കുന്ന മൊഡ്യൂൾസ് AWS ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് IAMന് വേണ്ടി ഒരു മൊഡ്യൂള്, EC2ന് വേണ്ടി ഒരു മൊഡ്യൂള്, അതായത് AWSൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ സർവീസുകൾക്കും വേണ്ടിയിട്ട് ഓരോരോ മൊഡ്യൂളുകളായിട്ടാണ് AWS തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് IAMൻ്റെ അകത്താണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് IAM മൊഡ്യൂൾ മാത്രം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അത് സ്പേസ് കൂടുതലെടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഏതൊരു സർവീസിൻ്റെ അകത്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് പോയാൽ മതി. അപ്പം നമ്മളിവിടെ ഇപ്പം കോഡ് എഴുതാൻ പോകുന്നത് എന്താണ്? IAMൻ്റെ അകത്തിരിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ AWS ടൂൾസ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഈ കമാൻഡിലേക്ക് അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാം. അതിനുശേഷം -cleanup എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കൊടുക്കാം. ഇത് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പാക്കേജ് ഇൻസ്റ്റാൾ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലീനപ്പ് ചെയ്തിട്ട് അവൻ വീണ്ടും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ ചെയ്യും. അപ്പോൾ ക്ലീനപ്പ് കൊടുക്കുന്നതാണ് നല്ലത്, ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ കമാൻഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ്, അതായത് IAM എന്ന് പറയുന്ന സർവീസിൻ്റെ അകത്തിരിക്കുന്ന കമാൻഡ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പവർ ഷെൽ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊഡ്യൂൾ നമുക്ക് ഇൻസ്റ്റാൾ ആയി കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന മൊഡ്യൂൾസ് വച്ചിട്ട് ആ പറഞ്ഞിരിക്കുന്ന മൊഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന കമാൻഡ്ലെറ്റ്സ് വെച്ചിട്ട് നമുക്ക് കോഡ് എഴുതാൻ പറ്റും.
ഓക്കെ. നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷനൊന്നും ആവണ്ട. നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്ത് നമ്മൾ പല ലൈബ്രറീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റി കിട്ടാൻ വേണ്ടി ആ ലൈബ്രറിയും അസംബ്ലിയും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ IAMൻ്റെ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുന്ന സമയത്ത് അവനൊരു കൺഫർമേഷനൊക്കെ ചോദിക്കും. അത് യെസ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ അതും IAMൻ്റെ മൊഡ്യൂളും നമുക്ക് ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഇൻസ്റ്റാളേഷനേ ഉള്ളൂ. ഇനി നമുക്ക് കോഡ് എഴുതി തുടങ്ങാം. കോഡ് എഴുതി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് പവർഷെൽ ISE എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കോഡ് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു സാധനം, ഒരു IDE പോലെയുള്ള ഒരു സാധനം നമുക്ക് കിട്ടും. അത് വിൻഡോസിൻ്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾ പവർഷെൽ ISE എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വിൻഡോ ഓപ്പൺ ആയി വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഫയൽ ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അടിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സേവ് ചെയ്താൽ മതി. സേവ് ചെയ്യുന്ന സമയത്ത് PS1 ഇവിടെ കണ്ടില്ലല്ലേ? ഞാനിപ്പോൾ IAM ഓട്ടോമേഷൻ .PS1 എന്ന് പറയുന്ന ഈ ഫയലായിട്ടാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഫയലായിട്ടൊന്ന് സേവ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. കോഡ് എഴുതി ഒന്ന് തുടങ്ങാം. അപ്പോൾ കോഡ് എഴുതി തുടങ്ങുമ്പോൾ നമ്മളെ പ്രോബ്ലം ഇതാണ്. ചെക്ക് MFA ഈസ് എനേബിൾഡ് ഫോർ OWS അക്കൗണ്ട്. ഇത് കമൻ്റാണ്. കമൻറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ഹാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാഷ് എന്ന് അടിച്ചാൽ മതി. അത് അവൻ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഓക്കെ. അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന യൂസേഴ്സിനെയെല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്തെടുക്കണം അല്ലേ? അപ്പം നമ്മൾ ലിസ്റ്റ് ഹൈഫൺ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു CLI കമാൻഡ് നമുക്ക് AWS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ CLI കമാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കമാൻഡ്ലെറ്റ് അല്ലെങ്കിൽ ഒരു കമാൻഡ് പവർഷെല്ലിൻ്റെ അകത്തും നമുക്ക് അവൈലബിൾ ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ പവർഷെല്ലിൻ്റെ അകത്ത് ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് IAMൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോരോ കമാൻഡ്ലെറ്റ്സ് അവൻ തന്നിട്ടുണ്ട്. കമാൻഡ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പവർഷെല്ലിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് നമുക്ക് ഓരോരോ ആക്ഷൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കമാൻഡുകളാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ ആക്ഷൻസും ചെയ്യുന്നത്. അപ്പം നമുക്ക് ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് MFI ഡിവൈസസ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ MFI ഡിവൈസസും ചെയ്യാൻ വേണ്ടിയിട്ടൊരു കമാൻഡ് ഇല്ല. നമുക്ക് യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമുക്ക് എല്ലാ യൂസേഴ്സിനെയും ഹൈഡ്രേറ്റ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം യൂസേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കണം. ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റത്തെ കാര്യം അല്ലേ? അപ്പം നമുക്ക് എല്ലാ യൂസേഴ്സിൻ്റെയും ലിസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് അത്. അപ്പം നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് AWS തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന പവർഷെല്ലിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്സ് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. ഇത് CLIക്ക് അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്സ് ആണ്. അത് കൺഫ്യൂഷൻ ആവുന്നില്ല എന്ന് വിചാരിക്കുന്നത്. ഇത് ജനറലി CLIക്ക് അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്സ് ആണ്. ആ കമാൻഡ്സിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് പവർഷെൽ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്ലെറ്റുകളും ഉണ്ടാവും. ഓക്കെ. അപ്പം നമുക്ക് ആ കമാൻഡ്ലെറ്റ്സ് നമുക്ക് പവർഷെൽ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കോഡ് എഴുതാൻ എളുപ്പമായിരിക്കും. ഇതിന് കറസ്പോണ്ടിങ് AWS CLI കമാൻഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പവർഷെല്ലിൻ്റെ അകത്തും നമുക്കൊരു കമാൻഡ് ഉണ്ടാവും. അപ്പോൾ ആ കമാൻഡ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ കമാൻഡ്സ് ആയിരുന്നു നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ മൊഡ്യൂൾ ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാ സർവീസസിൻ്റെയും നമ്മൾ നേരത്തെ CLIയിൽ നോക്കിയ പോലെയുള്ള വിധത്തിൽ തന്നെ ഓരോരോ കമാൻഡിന് വേണ്ടിയിട്ടും ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളത് ഇവിടെ നമ്മൾ നോർമലി ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് IAM എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ അല്ലേ നേരത്തെ വന്നിരുന്നത്. നമ്മൾ പുറകോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെയല്ലേ ലിസ്റ്റ് ചെയ്തിരുന്നു. അവിടെ IAM എന്ന് പറഞ്ഞിട്ടായിരുന്നു നമുക്ക് സർവീസിൻ്റെ പേരുണ്ടായിരുന്നത്. CLIയുടെ കമാൻഡ്സ് ആണ്. അതേപോലെ തന്നെ കറസ്പോണ്ടിങ് സാധനം പവർഷെല്ലിൻ്റെ അകത്തും നമുക്ക് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളത് IAM എന്നല്ല ഇരിക്കുന്നത്, ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് എടുക്കുന്നു. ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കമാൻഡ്സും ഇവിടെ കിട്ടും. പവർഷെല്ലിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്സ്. ഇത് CLIക്ക് അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്സ് ആയിരുന്നേ. ഓക്കെ. അത് നമ്മൾ നേരത്തെ കമാൻഡ് പ്രോംപ്റ്റിൽ യൂസ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയും ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ്സ് ഉണ്ടാവും. ഓക്കെ. അപ്പം നമുക്ക് ചെയ്യേണ്ട എന്താണ്? ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്കിവിടെ ലിസ്റ്റ് എന്നൊന്ന് അടിച്ച് നോക്കാം. ലിസ്റ്റ് എന്നടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയുന്നത്
IAM യൂസർ എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കാം. അങ്ങനെയാണ് IAM യൂസറിൻ്റെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന കമാൻഡ്സുകളെല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും IAM യൂസർ ലിസ്റ്റ് എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇതെന്ന് പറയുന്നത് യൂസേഴ്സ് കോൾ ദ ഐഡൻറ്റിറ്റി ആക്സസ് മാനേജ്മെൻറ്റ് ലിസ്റ്റ് യൂസേഴ്സ് API ഓപ്പറേഷൻ എന്ന് പറയുന്ന കാര്യം. അതായത് ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന API ആയാലും CLI കമാൻഡ് ആയാലും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന പവർ ഷെല്ലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്ലെറ്റ്സ് ആണ് ഇത് എന്നാണുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ അടിച്ചു പോവാം. ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്, പക്ഷെങ്കിൽ പാരാമീറ്റേഴ്സിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന കാര്യം തന്നെ നമുക്ക് അടിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നു, കോഡ് എഴുതി സ്റ്റാർട്ട് ചെയ്യാണ്. ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ്ലെറ്റ് നമ്മൾ യൂസ് ചെയ്തു. ഇത് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ IAM ലിസ്റ്റ് അണ്ടർസ്കോർ യൂസേഴ്സ് എന്ന് പറയുന്ന AWSൻ്റെ CLI കമാൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ വിളിക്കും, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു API വിളിക്കും. API വിളിച്ചിട്ട് നമ്മളുടെ AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ യൂസേഴ്സിനെയും റിട്ടേൺ ചെയ്യും. ആ യൂസേഴ്സിനെ നമ്മളിവിടെ ഒരു വേരിയബിളിൽ എടുത്തു വെക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന $സൈൻ എന്ന് പറയുന്നത് വേരിയബിൾ ഇതാക്കാൻ വേണ്ടിയിട്ട് പവർ ഷെല്ലിൻ്റെ അകത്തിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു IAM യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള, നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോർ ഈച്ച് എന്ന് പറയുന്നത് പവർ ഷെല്ലിൻ്റെ അകത്ത് ഫോർ ലൂപ്പാണ്, അതായത് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഐട്രേറ്റ് ചെയ്യുന്നത്, നമുക്ക് IAM യൂസേഴ്സിൻ്റെ അകത്ത് നമുക്ക് എല്ലാ IAM യൂസേഴ്സും ഉണ്ട്. അപ്പം ഓരോരോ IAM യൂസേഴ്സിനെയും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഐട്രേറ്റ് ചെയ്യാണ്. ആ ലിസ്റ്റിനെയാണ് നമ്മളിവിടെ ഐട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഓരോരോ തവണ ഐട്രേറ്റ് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ടൈം ഐട്രേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഫസ്റ്റ് യൂസറെ ഇവിടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത് യൂസറെ കിട്ടും, മൂന്നാമത് യൂസറെ കിട്ടും. അങ്ങനെ എല്ലാ യൂസേഴ്സിനെയും നമുക്കിങ്ങനെ ഐട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ നോർമലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫോർ ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന IAM യൂസേഴ്സ് എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് വേരിയബിളിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ യൂസേഴ്സിലൂടെയും അവനിങ്ങനെ ഐട്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. ഇപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവനെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് റൈറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നിരിക്കുന്ന ഈ കമാൻഡാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. ആദ്യം നമ്മളുടെ ഫയൽ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന അതിലോട്ടൊന്ന് പോകണം. ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡെസ്ക്ടോപ്പിൻ്റെ അകത്താണ്. അതിനകത്തേക്ക് ഞാനൊന്ന് CD ചെയ്തു. CD എന്ന് പറയുന്ന കമാൻഡ്. എന്നിട്ട് നിങ്ങൾ ഫയൽ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന ഫോൾഡർ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഈ ഫോൾഡർ കൊടുത്തിട്ട് IAM എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ടാബ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ PS1 കിട്ടും. IAM എന്ന് ടൈപ്പ് ചെയ്യുക, എന്ന് ടാബ് അടിക്കുക, അല്ലെങ്കിൽ ടാബ് അടിച്ച് കഴിഞ്ഞാലും അതിൻ്റെ അകത്തിരിക്കുന്ന ഫയൽസ് എല്ലാം ചെയ്യും. അപ്പോൾ നമുക്കിവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ IAM automation.ps1 എന്ന് പറയുന്ന ആ ഫയൽ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആ ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കൊടുക്കുക. ഓക്കെ, എൻ്റർ അടിക്കുന്ന സമയത്ത് അവൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ട് ചെയ്ത് നമ്മളുടെ ഓരോരോ യൂസേഴ്സിനെയും അവൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, നമ്മുടെ AWS അക്കൗണ്ടിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ തവണകളിലെല്ലാം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്ന പല ഫീച്ചേഴ്സ് പറയാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്ന 3 യൂസേഴ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു. മിനി IAM, റനീഷ് IAM, വിവേക് IAM എന്ന് പറയുന്നത്. ഈ 3 യൂസേഴ്സിനെ അവൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനിയിപ്പം MFA ഡിവൈസസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ MFA ഡിവൈസസ് കോൺഫിഗേർഡ് ആണോ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ എടുക്കാം. ഈ MFA ഡിവൈസസ് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ CLIക്കകത്ത് ഒരു കമാൻഡ് ഓടിച്ചിരുന്നു അല്ലേ, MFA ഡിവൈസസ് ലിസ്റ്റ് MFA ഡിവൈസസ് എന്നങ്ങാൻ പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പവർ ഷെല്ലിൻ്റെ അകത്തിരിക്കുന്ന കമാൻഡ്ലെറ്റാണ് ഗെറ്റ് IAM MFA ഡിവൈസസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സാധനം നമ്മൾ നേരത്തെ പവർ ഷെല്ലിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയിട്ട് കണ്ടുപിടിച്ചല്ലോ അല്ലേ. സിമിലർ വേയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന MFA ഡിവൈസസ് എന്ന് പറയുന്ന കാര്യവും കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. ഇതിൻ്റെ അകത്ത് പോയിട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യേണ്ടത് യൂസർ നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനായിട്ട് നമുക്ക് ഏത് IAM യൂസറിൻ്റെ MFA ഡിവൈസസ് ആണോ ഗെറ്റ് ചെയ്യേണ്ടത് ആ IAM യൂസർ പറഞ്ഞു കൊടുക്കണം. അപ്പം നമുക്ക് നേരത്തെ ഇവിടെ നമ്മൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അല്ലേ. ലിസ്റ്റ് എടുത്തതിൻ്റെ അകത്ത് യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിക്കകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രോപ്പർട്ടിക്കകത്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന IAM യൂസറിൻ്റെ നെയിം ആയിരിക്കും. ഓക്കെ, അപ്പം അത് എന്തൊക്കെയാണ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അകത്ത് ഏതൊക്കെ പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പണി ചെയ്യാം.
അതായത് ഇത് നമ്മളുടെ പവർ ഷെല്ലിൻ്റെ വിൻഡോ അല്ലേ? സ്റ്റാർട്ടിൻ്റെ അകത്ത് പവർ ഷെൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സാധനം. ഓക്കെ. ഇതിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. അടിച്ചു കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പം ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊരു അറേ, ഇതൊരു ടോട്ടൽ അറേ ആയിരുന്നു. അതിൻ്റെ അകത്തിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ് ഐറ്റം, തേർഡ് ഐറ്റം എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഓരോരോ ഐറ്റത്തിൻ്റെ അകത്തും ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്. അപ്പോൾ യൂസർ നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കകത്ത് എന്താണുള്ളത്? ആ പറഞ്ഞിരിക്കുന്ന IAM യൂസറിൻ്റെ നെയിമാണ്. അപ്പം നമുക്ക് വേണ്ടത് MFA ഡിവൈസസ് ഗെറ്റ് ചെയ്യാൻ വേണ്ടത് നമുക്ക് എന്താണ്? IAM യൂസറിൻ്റെ നെയിമാണ്. അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടി നമുക്ക് അവിടെ യൂസ് ചെയ്യാം എന്ന് കിട്ടി അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന്. അതങ്ങനെയാണ് ഇവിടെ നമ്മൾ അറ്റ് യൂസർ എന്ന് പറയുന്നത് നമ്മൾ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് യൂസറിൻ്റെ യൂസർ നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവൻ ഫസ്റ്റ് ടൈം ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? മിനി IAM എന്നുള്ളതായിരിക്കും ഈ യൂസർ നെയിം എന്ന് പറയുന്ന സാധനം. രണ്ടാമത് ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ രണ്ടാമത്തെ യൂസർ എടുക്കുന്നു. അപ്പോൾ റെനീഷ് IAM എന്നുള്ളതായിരിക്കും യൂസർ നെയിം. മൂന്നാമത് ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ വിവേക് IAM എന്ന് പറയുന്ന മൂന്നാമത്തെ യൂസർ ആവും. അപ്പം മൂന്നാമതായിരിക്കും. അപ്പം ഓരോരോ യൂസറിൻ്റെയും യൂസർ നെയിം വെച്ചിട്ട് നമ്മൾ ഗെറ്റ് MFA ഡിവൈസസ് എന്ന് പറയുന്ന കോൾ വിളിച്ചു. ഓരോരോ യൂസറിൻ്റെയും MFA ഡിവൈസസ് ആയിരിക്കും നമുക്കിവിടെ തിരിച്ചു തരുന്നത്. നമ്മൾ നേരത്തെ CLIക്കകത്ത് അത് കണ്ടിരുന്നല്ലോ അല്ലേ? MFA ഡിവൈസസ് എന്ന് പറയുന്നത് ഒരു അറേ ആയിട്ടായിരുന്നു വന്നിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് MFA ഡിവൈസസ് കോൺഫിഗേർഡ് ആണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ഇതാണ് അതിനുള്ള കോഡ്. നമ്മൾ ഒന്ന് ചെറുതാക്കി വെക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് വലുതാക്കി വെക്കാം. ഇഫ് എന്ന് പറയുന്ന ഒരു കമാൻഡ്, ഇത് പവർ ഷെല്ലിൻ്റെ അകത്തിരിക്കുന്ന ഒരു കമാൻഡാണ്. ഇവൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നോർമലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന ഇഫ് പോലെ തന്നെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? MFA ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേ വന്നിരുന്നു. നമ്മൾ CLI ഓടിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അറേ അതിൻ്റെ അകത്ത് ഒരു JSON ഔട്ട്പുട്ടായിട്ട് വന്നതാണ്. അപ്പം അറേ ആയിട്ടാണ് ഇവൻ റിട്ടേൺ ചെയ്തു തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി ചെയ്ത് നോക്കിയാൽ മതി. ഇവൻ എങ്ങനെയാണ് റിട്ടേൺ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള പണി നിങ്ങൾക്കൊന്നും ഇവിടെ ചെയ്ത് നോക്കാം. ഇവിടെ വരുന്നു, CLS അടിച്ച് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സ്ക്രീൻ ഒന്ന് ചെയ്യുന്നു. യൂസർ നെയിം ഇവിടെ അവൈലബിൾ അല്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് IAM യൂസർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, നെയിം കൊടുക്കാം. റെനീഷ് IAM എന്ന് പറയുന്ന യൂസർ എൻ്റർ അടിക്കാം. എൻ്റർ അടിക്കുമ്പം കണ്ടില്ലേ, ഇതിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എനേബിൾ ഡേറ്റ്, സീരിയൽ നമ്പർ, യൂസർ നെയിം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഡിവൈസസ് മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ സാധനങ്ങൾ വരുമായിരുന്നു. അപ്പോൾ ഇതൊരു അറേ ആയിട്ടായിരിക്കും ഇതിന് വരുന്നത്. കാരണം നമുക്ക് മൾട്ടിപ്പിൾ MFA ഡിവൈസസ് വേണമെന്നുണ്ടെങ്കിൽ യൂസർക്ക് കൊടുക്കാം അല്ലേ? അപ്പം ആ മൾട്ടിപ്പിൾ അറേയുടെ കൗണ്ട്, അതായത് കൗണ്ട് ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു MFA ഡിവൈസസ് എങ്കിലും ഇവന് കോൺഫിഗേർഡ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എനേബിൾഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസേബിൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞിരിക്കുന്ന സാധനം നിങ്ങളുടെ ബിസിനസ് ലോജിക്ക് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഒരു യൂസർ ഇപ്പം ഈ MFA ഡിവൈസസ് കോൺഫിഗേർഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് ഒരു കാര്യമായിരിക്കും ചെയ്യുന്നത്. മേ ബി മെയിൽ അയക്കുക, അല്ലെങ്കിൽ അവരെ വിളിച്ച് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് MFA ഡിവൈസ് എനേബിൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമുക്കിതൊന്ന് സേവ് ചെയ്യുന്നു, Ctrl+S അടിച്ച് സേവ് ചെയ്യുന്നു, ഈ ഫയലൊന്ന് സേവ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ഓട്ടോമേഷൻ PS1 ഇത് നമ്മളെ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ ഫയൽ ഇങ്ങനെ കൊടുത്താൽ മതിയെ. എന്നിട്ട് എൻ്റർ അടിച്ചു കൊടുക്കുക. എൻ്റർ അടിക്കുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്യും? ലിസ്റ്റ് യൂസേഴ്സ് ചെയ്യും. ലിസ്റ്റ് യൂസേഴ്സ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന യൂസറെ പ്രിൻറ്റ് ചെയ്യും. അപ്പം ആദ്യം മിനി IAM എന്ന് പറയുന്ന സാധനം പ്രിൻറ്റ് ചെയ്തു, ഈ കമാൻഡ്. അത് കഴിഞ്ഞിട്ട് അവൻ ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ് ഓടിക്കും. ആ കമാൻഡിൻ്റെ അകത്ത് റിട്ടേൺ ആയി വന്ന MFA ഡിവൈസ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ എനേബിൾഡ് എന്ന് കാണിക്കും, ഇല്ലെങ്കിൽ ഡിസേബിൾഡ് എന്ന് കാണിക്കും. നിങ്ങൾ നേരത്തെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? മിനി IAM എന്ന് പറയുന്ന യൂസർക്ക് നമ്മൾ MFA എനേബിൾഡ് അല്ല, അതുകൊണ്ടാണ് ഇവിടെ MFA നോട്ട് എനേബിൾഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ യൂസറെ കഴിയുമ്പോഴും നമുക്ക് ഒരു ന്യൂ ലൈൻ അങ്ങ് ഇട്ട് കൊടുക്കാം. ബ്ലാങ്ക് ആയിട്ടൊരു സാധനം കൂടി ഒന്ന് ഇതാക്കാം, പ്രിൻറ്റ് ചെയ്യാം. ഒന്നുമില്ല, ആ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ഒന്ന് കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലല്ലേ, മിനി IAMന് നോട്ട് എനേബിൾഡ് ആണ്, റെനീഷ് IAMന് എനേബിൾഡ് ആണ്, വിവേക് IAMന് എനേബിൾഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പം ഇത്
ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടിയല്ലോ അല്ലേ? ഇതിപ്പോൾ 100 യൂസേഴ്സ് ഉണ്ടെങ്കിലും ഈ കോഡ് തന്നെ മതി. 1000 യൂസേഴ്സ് ഉണ്ടെങ്കിലും 1,000,000 യൂസേഴ്സ് ഉണ്ടെങ്കിലും ഈ കോഡ് തന്നെ വർക്ക് ചെയ്തോളും. അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുന്നതോട് കൂടി നമുക്ക് നമ്മളുടെ അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒരു സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെ ഇരിക്കുന്ന പല ബിസിനസ് നീഡ്സും അല്ലെങ്കിൽ ബിസിനസ് റിക്വയർമെൻറ്റ്സും നമുക്ക് ഇങ്ങനെ ഓട്ടോമേഷൻ ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് AWS CLIയുടെ മെയിൻ ഗുണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ AWS CLI ആണ് ബേസ് എന്ന് പറയുന്ന സാധനം. ആ CLI വിൻഡോസിൻ്റെ അകത്ത് നമുക്ക് സ്ക്രിപ്റ്റിംഗ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പവർഷെൽ എന്ന് പറയുന്ന കാര്യം വേണമായിരുന്നു. പവർഷെല്ലിൻ്റെ അകത്ത് കോഡ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വിൻഡോസ് AWS ടൂൾസ് എന്ന് പറയുന്ന കാര്യം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആ പറഞ്ഞിരിക്കുന്ന ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്തു, മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇതേപോലെയുള്ള ഗെറ്റ് IAM യൂസർ ലിസ്റ്റ് പോലെയുള്ള കമാൻഡ്ലെറ്റ്സ് കിട്ടി. ആ കമാൻഡ്ലെറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കോഡ് എഴുതി നമ്മളുടെ ബിസിനസ് നീഡ്സ് അച്ചീവ് ചെയ്തു. ഓക്കെ. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പല കാര്യങ്ങളും AWSൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഗെറ്റ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് പല സാധനം ഇതിപ്പോൾ ബെസ്റ്റ് പ്രാക്ടീസ് ആയിരുന്നു അല്ലേ MFA ഡിവൈസസ്. ബെസ്റ്റ് പ്രാക്ടീസ് ഈ പറഞ്ഞിരിക്കുന്ന മിനി ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ഒരൊറ്റൊരു സാധനത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടി അല്ലേ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി MFA ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പല കാര്യങ്ങളും ഒന്ന് ചെയ്തു നോക്കാമോ? ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ അത് ചെയ്യുന്നില്ല. പക്ഷേ ഞാനൊരു പ്രോബ്ലം കൂടി ഒന്ന് നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളതൊന്ന് ഒന്ന് ചെയ്തു നോക്കാമോ? ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെയ്യാമോ? പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആക്സസ് കീ എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആക്സസ് കീ എന്ന് പറയുന്ന സാധനം വരുന്നുണ്ടായിരുന്നു. അപ്പം ഈ ആക്സസ് കീ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ക്രെഡൻഷ്യലാണ്. അപ്പം ആ ലോങ് ടേം ക്രെഡൻഷ്യൽ ഓരോരോ 90 ഡേയ്സിലും അവന് മാറ്റി പുതിയതുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ബെസ്റ്റ് പ്രാക്ടീസ് AWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂസേഴ്സും ഈ പറഞ്ഞിരിക്കുന്ന ആക്സസ് കീ 90 ഡേയ്സിൻ്റെ ഉള്ളിലാണോ ക്രിയേറ്റ് ചെയ്തത്? അല്ലെങ്കിൽ അവൻ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്ന് നോക്കിയെടുക്കണം. ഓക്കെ. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ട് എന്ത് വേണ്ടിവരും? നമ്മൾ നേരത്തെ MFA ഡിവൈസ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ യൂസേഴ്സിലും പോണം. എല്ലാ യൂസേഴ്സിലും ഇറ്ററേറ്റ് ചെയ്ത് പോണം. ഇവിടെ MFA ഡിവൈസ് ഗെറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആക്സസ് കീ ആയിരിക്കും ഗെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നേരത്തെ നമ്മളുടെ റെഫറൻസിൽ പോയിട്ട് ആക്സസ് കീ ഗെറ്റ് ചെയ്യാനുള്ള കമാൻഡ്ലെറ്റ് എന്താണ് എന്നുള്ളതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിനുശേഷം അത് 90 ഡേയ്സിൻ്റെ ഉള്ളിലാണോ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ചെയ്ത് നോക്കാമോ? ഇൻ കേസ് പറ്റുന്നില്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോയിലൂടെ കൂടി AWS CLIയുടെ ഗുണം എന്താണ്? പ്രാക്ടിക്കലി അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ബിസിനസ് നീഡ്സ് പോലെ ആയിരിക്കും ചെയ്യേണ്ടത്.